നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജസ്ന സലീമിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ചെറിയൊരു ആഗ്രഹവും കൂടി ഉണ്ട്. ഇതുവരെ ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും ഈ ഒരു കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. എനിക്കൊരാഗ്രഹവും കൂടി. വീഡിയോസൊക്കെ ആദ്യം മുതൽക്കേ കാണുന്നവരുണ്ടാകും. അപ്പോൾ ആദ്യമൊക്കെ ജസ്ന ജീവിതത്തിലെ ബുദ്ധിമുട്ട് കാരണമാണ് കണ്ണൻ്റെ പടങ്ങളൊക്കെ വരച്ച് വിൽക്കാൻ തുടങ്ങിയത്. പിന്നീട് അതങ്ങോട്ടൊരു ബിസിനസ്സായിട്ട് മാറി. പക്ഷെ അതുകൊണ്ടിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ആണെങ്കിലും പിന്നീട് ജസ്നയുടെ സംസാരവും പെരുമാറ്റവും എല്ലാം മാറി. ഒരു ദിവസം പുള്ളിക്കാരി ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് പടത്തിൻ്റെ വിലയൊക്കെ പറഞ്ഞ് വിൽക്കുന്നത് ഒരു വീഡിയോയിൽ വന്നിരുന്നു. അതോടെ ജസ്നയുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അടുത്തൊരു ജസ്നയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതാദ്യം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. നിങ്ങളോടുള്ള ഓർഡർ ചോദിക്കുന്നതിൽ ചെറിയൊരു ആഗ്രഹവും കൂടി ഉണ്ട്. ഇതുവരെ ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും ഈ ഒരു കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. എനിക്കൊരാഗ്രഹവും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയുകയാണ്. എനിക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോയുടെ ഓർഡർ കൊണ്ടും ഞാനൊരു കാര്യം ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ സേഫാക്കി, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു, അവരെ സേഫാക്കി. ഇനി അവർക്കുള്ള ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, അവരെ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത്. അതും എനിക്ക് ഈ ഒരു കണ്ണൻ സാധിപ്പിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരും ഒരു രൂപ പോലും എനിക്ക് വെറുതെ തരാൻ താല്പര്യമില്ല. കാരണം ഞാൻ നയിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ വേണം എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഹജ്ജിന് പറഞ്ഞേക്കാൻ. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെതായ കമന്റ് ഇടാനും ഇതിന് റിയാക്ഷൻ വീഡിയോ ഇടാനും വരും. കാരണം കണ്ണനെ വിട്ടിട്ട് ആർക്കെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ എന്നുള്ളത്. കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലാണ്. ഈ തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്ന് അത് നല്ല മാന്യമായിട്ടുള്ള തൊഴിലാണ്. ആ മാന്യത മതി എൻ്റെ മാതാപിതാക്കൾക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കുറ്റങ്ങളും തെറ്റുകളും. അപ്പോൾ ധാരാളം ഇൻ്റർവ്യൂസ് ജസ്നയുടെ നിങ്ങളും കണ്ടു കാണും. ഈ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം, അച്ഛനും അമ്മയ്ക്കും വീട് വെച്ച് കൊടുത്തു എന്നാണ്. അതെങ്ങനെയാണെന്നറിയാമോ? കൃഷ്ണൻ്റെ പടം വരച്ച് അത് വിറ്റിട്ടാണ് ഈ കാര്യം ജസ്ന ചെയ്തത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചിന്തിക്കും, എന്തൊരു നല്ല മകളാണ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ പടമൊക്കെ കഷ്ടപ്പെട്ട് വരച്ച് വിറ്റ് വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ഒരു പരിപാടി. ഇപ്പോൾ വീട് വെച്ചൊക്കെ കൊടുത്തിട്ട് ആ കാര്യമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പുള്ളിക്കാരി അടുത്ത ഒരു പരിപാടിയും കൊണ്ട് രംഗത്തിലിറങ്ങിയത്. അതായത് അച്ഛനെയും അമ്മയും ഹജ്ജിന് അയക്കണം. അപ്പോൾ അതിനെന്തോ വേണ്ടത്? പണം വേണമല്ലോ. ആൾക്കാർ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കൃഷ്ണൻ്റെ പടം വാങ്ങിക്കണം. പുള്ളിക്കാരി പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി പടം വരയ്ക്കുന്നത് എന്നൊക്കെയാണ്. ഇത് വിറ്റിട്ട് കാശ് കിട്ടിയിട്ട് വേണം ഈ ഒരാഗ്രഹം സാധിക്കാൻ എന്നൊക്കെയാണ് ഇവരുടെ പ്ലാനിങ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് 23 ഫോട്ടോക്കുള്ള ഓർഡർ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഹജ്ജിന് പോകാന്ന് വെച്ചാൽ ഗവൺമെൻറ്റായിട്ട് പോകുന്ന സമയത്ത് എന്തോ പൈസ കുറവാണെന്നൊക്കെ അല്ലാതെ 5-6 ലക്ഷം ഒരാൾക്ക് വരും കേട്ടോ. അപ്പം എനിക്കിത് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ മോഡൽ ഫോട്ടോ ആണ്. ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ, പകുതി ഭാഗമായിട്ടേ ഉള്ളൂ ഈ ഫോട്ടോ. ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്ത് വെച്ചതാണ്. ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് വരുന്ന വലിപ്പം 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ്. അക്രലിക് ഷീറ്റിന്റെ മുകളിൽ ഫാബ്രിക്, പേൾ പെയിന്റ്, അതേപോലെ 3D ഗോൾഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ഈ ഒരു വർക്ക് പൂർത്തീകരിച്ച് എടുക്കാൻ ഫ്രെയിം അടക്കം ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് 2500 രൂപ ചിലവ് വരുന്നുണ്ട്. 4 ദിവസങ്ങൾ കൊണ്ടാണ് ഞാനൊരു ഫോട്ടോ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 5000 രൂപയാണ് ഒരു ഫോട്ടോക്ക് പ്രൈസ് മേടിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഏതായാലും കൂടെ നിന്നല്ലേ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് സാധിപ്പിക്കാനാണ്. പുള്ളിക്കാരിക്ക് ഇതിന് മുമ്പ് ധാരാളം വിവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നത്തിലൊക്കെ പുള്ളിക്കാരി പെട്ടിട്ടുമുണ്ട്. എന്നിട്ടും കുറച്ച് പേർ ഇതൊക്കെ അറിയാവുന്നവർ പുള്ളിക്കാരുടെ അടുക്കൽ നിന്നും ഇപ്പോഴും പടം വാങ്ങിക്കുന്നുണ്ട്. പടത്തിൻ്റെ വിലയൊക്കെ കേട്ടാൽ കേൾക്കുന്നവർ ഞെട്ടിപ്പോവും. 5000 രൂപയാണ് ഒരു പടത്തിന് ജസ്ന പറയുന്ന വില. അതായത് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വിറ്റിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഹജ്ജിന് പോകുക. പുള്ളിക്കാരി പറയുന്നു ജാതിയില്ല എന്നൊക്കെയാണ്. എന്തിനാണ് ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് കണ്ണൻ്റെ ചിത്രം എല്ലാവരും വാങ്ങിക്കുന്നത്? അതായത് ഇപ്പോൾ തന്നെ ഈ പുള്ളിക്കാരി വീഡിയോയിൽ പറയുന്നുണ്ട് 22 ആളുകളാണ് ഈ ഫോട്ടോയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് സത്യമാണെങ്കിൽ
ഇതൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ഉയർന്ന വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഒരു എത്തും പിടിയുമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഉടായിപ്പ് കാണുന്നവർ തന്നെയാണോ ഇതൊക്കെ വാങ്ങുന്നത്, അതോ ഇവരൊക്കെ ഇത് തെറ്റിദ്ധരിച്ചിട്ടും ഹജ്ജിന് പോകുന്ന കാര്യമല്ലേ, 5000 രൂപ കൊടുത്തേക്കാം ഒക്കെ എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ഇവർ ഇത് ചെയ്യുന്നത്? ഇപ്പോൾ പറയാൻ പോയാൽ പൊതുവേ നിങ്ങളിൽ പലരും ഒരുപാട് പേര് ഹിന്ദുക്കളാണെങ്കിൽ പിന്നെ പറയാനും വേണ്ട, കൃഷ്ണൻ്റെ ചിത്രങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അത് ഈ വെണ്ണയൊക്കെ കഴിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിരുന്ന് പോകും. കാരണം അത്രയ്ക്കും മിഴിവാറുന്നതും ചൈതന്യമായിട്ട്, അതായത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് സാധാരണ കണ്ണൻ്റേത്. ജസ്ന വരയ്ക്കുന്ന ഫോട്ടോയ്ക്കാണെങ്കിൽ കണ്ണൻ്റെ ഒരു ഭംഗിയോ മിഴിവോ ചൈതന്യമോ അതിൻ്റെ ഭാവമോ ഒന്നുമില്ല. ഇതിനെയൊക്കെക്കാളും ഭംഗിയുള്ള ചിത്രം കുറഞ്ഞ വിലയ്ക്ക് ഷോപ്പിലൊക്കെ വാങ്ങാനും കിട്ടും. ദൈവത്തിൻ്റെ പടം കാണുമ്പോഴേക്കും അതിന് ഒരു ചൈതന്യമൊക്കെ വേണ്ടേ? എത്രയോ അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ കണ്ണൻ്റെ പടം വരയ്ക്കാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറയും. ഈ ജസ്ന പറയുന്ന 5000 രൂപയെക്കാളും അതിൻ്റെ വളരെ ചെറിയൊരു പങ്ക് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ഈ കണ്ണൻ്റെ പടമൊക്കെ വരച്ചിട്ട് വിൽക്കുന്നതിന്. ഒരു ചിത്രമൊക്കെ വരയ്ക്കുമ്പോഴേക്കും അല്ല, ഒരു ദൈവത്തിൻ്റെ സാധാരണ പടങ്ങളാണെങ്കിൽ പോട്ടെ, ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുമ്പോഴോ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് പാലിക്കേണ്ട ധാരാളം ചിട്ടകളുണ്ട്. കുളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു പരിസരത്തൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ്. ദൈവത്തിൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോഴോ അത് കയ്യിൽ വെക്കുമ്പോഴൊക്കെ ഈ സ്ത്രീകൾ മുടിയൊക്കെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിലൊന്ന് നോക്കേണ്ടതാണ്. ഈ പുള്ളിക്കാരിയാണെങ്കിൽ മുടിയൊക്കെ അഴിച്ചിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണോ? ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത് പൊതുവെ വീട്ടിലൊരു ചൈതന്യം വരാനും ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒരു പോസിറ്റീവ് എനർജിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പുള്ളിക്കാരി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ കൃഷ്ണൻ്റെ ഊഴമൊക്കെ കഴിഞ്ഞു. അടുത്തത് പുള്ളിക്കാരി എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാം. എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും ഹജ്ജിന് പറഞ്ഞേക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ച് സഹോദരന്മാർ എന്നെ കോൺടാക്ട് ചെയ്തു. മാഷാ അള്ളാ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട്. മാഷാ അള്ളാ ചെയ്തു തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഡെമോ കാണിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ വീട്ടിൽ നോക്കിയതൊന്ന് പഴയത് പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്തു വെച്ചതാട്ടോ ഇത്. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് 250-300 രൂപ തൊട്ടിട്ട് മാഷാ അള്ളാ കിട്ടും. പക്ഷെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് ആയി വരുമ്പോഴേക്ക് 3000 രൂപ വരും. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നോളൂ, വിരോധമൊന്നുമില്ല. പിന്നെ ഫ്രെയിം ഇതൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫ്രെയിം 1.25 ഇഞ്ചിന്റെ ഫ്രെയിമാണ് ഇത്. അക്രലിക് ഷീറ്റിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരും. നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നിങ്ങൾക്ക് ആ 3000 രൂപ അഫോർഡബിൾ ആണ്. എന്ന് വെച്ചാൽ 3000 രൂപ വരും ഇങ്ങനത്തെ ഒരു ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഫ്രെയിം വരിക 1.25 ഇഞ്ചിന്റെ ഫ്രെയിമാണ് വരിക. അപ്പം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഓർഡർ തന്നോളൂ. ഞാൻ ഇതിൻ്റെതായ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. വാട്സപ്പിൽ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രമേ മറുപടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും വെച്ച് ഷോപ്പിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ കമ്പയർ ചെയ്ത്. അപ്പോൾ ഈ പുള്ളിക്കാരി എന്തായാലും എന്തൊക്കെയോ വിവരക്കേടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് എന്താണോ പുള്ളിക്കാരി മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്, ഒരു ബിസിനസ്സാണോ ഇല്ല ഈ മതത്തെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്നും കൂടെ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടും വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ധാരാളം പേര്, ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.